ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിഡ്സ് ആൻഡ് മോംസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്കാണ്. ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു ഈവനിങ് സ്നാക്കോ സ്റ്റാർട്ടറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടോസ്റ്ററിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 സവാള ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ഒരു പീസ് ചെറുതായി അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്, അത് 2 എണ്ണം ഉണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയ പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മസാലയും കുരുമുളക് പൊടിയും. ഇനി നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ വെക്കാനുള്ള കാര്യങ്ങളാണ്. ബ്രെഡ്, പിന്നെ ചീസ് വെക്കണം. ഷീറ്റ് ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അമുലിൻ്റെയാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ഷീറ്റ് ചീസ് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ഇത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ ഉരച്ച് സ്ക്രാപ്പ് ചെയ്തൊന്നും ഇടണ്ട, ഒരു ഷീറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് ബട്ടറാണ്. നമ്മളിതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ ബട്ടറാണ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാൻഡ്വിച്ചിൽ വെക്കാനുള്ള കാര്യങ്ങളാണ്. എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ആൻഡ് തക്കാളി, ഇതെല്ലാം സ്ലൈസസ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ അപ്പോൾ ചിക്കൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. 300 ഗ്രാം ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുക്കറിൽ വേവിച്ച് ചെറുതെ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ സവാള ഇട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇതും ഒരുപാട് ഗോൾഡൻ ബ്രൗണോ അങ്ങനെയൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. നല്ല സൂപ്പർ സ്നാക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്യേണ്ടിയ സ്നാക്കാണ്. പുറമേ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ഇതിന് കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം, വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ വെറൈറ്റിയുമാണ് ഈ സംഭവം. അപ്പോൾ നമ്മുടെ സവാള റെഡിയായി. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. സാധാരണ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് പുളി കൂടുന്ന രീതിയിൽ. അത് പുളി കൂടുതലൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ സോസ് ഒന്നും വേറെ ഇടുന്നില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ 2 തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് പറ്റിയിട്ട് ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. തക്കാളി റെഡിയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. 300 ഗ്രാംസ് ചിക്കനാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതെ, ഇപ്പോൾ സാൻഡ്വിച്ചിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്.
ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ടോസ്റ്റർ ഉണ്ടല്ലോ, ഇതാണ് ടോസ്റ്റർ. ടോസ്റ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. ഇതൊന്ന് ചൂടാക്കി പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആണ് നമ്മൾ ബ്രെഡ് മുഴുവനും അതിൻ്റെ അകത്തൊക്കെ വെച്ച് ആദ്യം തന്നെ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല പോലെ ചൂടായി കിടക്കുന്ന നമ്മുടെ ടോസ്റ്ററിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് അമ്മച്ചിയും കൂടെ ഉണ്ട് കൂടെ കേട്ടോ. അമ്മച്ചിയാണ് ഇതിൻ്റെ ഈ റെസിപ്പിയുടെ ഉപജ്ഞാതാവ്. അമ്മച്ചി നല്ല മോഡേൺ റെസിപ്പിയൊക്കെ അമ്മച്ചി കണ്ടുപിടിക്കും. അമ്മച്ചിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലിപ്പോൾ 2 ക്യാപ്സിക്കം നമ്മളിങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിങ് നമ്മൾ വെച്ച ചിക്കൻ്റെ ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ രീതിയിൽ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കി വേറെ എന്തിൽ വെക്കാനാണെങ്കിലും നമുക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറയാനാണെങ്കിൽ അമ്മച്ചി കൊച്ചി ഭാഗത്തു നിന്നുള്ളതാണ്. അമ്മച്ചി ഞങ്ങൾ ചെറുതായിരിക്കുന്ന കാലം തൊട്ട് തന്നെ എല്ലാ രീതിയിലും ഫുഡും നല്ല ടേസ്റ്റി ആയിട്ട് അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു. കട്ട്ലറ്റ്, സ്റ്റൂ, ബിരിയാണി, അങ്ങനെ എല്ലാം പണ്ട് മുതൽ. അപ്പം അമ്മച്ചിയുടെ കയ്യിൽ നിന്നാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റെസിപ്പികളൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മച്ചിയോട് ചെയ്യാൻ പറഞ്ഞാൽ ഒട്ട് അങ്ങനെ ചെയ്യത്തോ ഇല്ല, നിങ്ങൾ തന്നെ ചെയ്യുന്ന പറയത്തേ ഉള്ളൂ. അതെ, അപ്പോൾ നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഇതാണ്. ഇത് നമ്മളിങ്ങനെ ഒരു ബ്രെഡ് സൈസിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഹാഫ് വെച്ചാലും മതി, പക്ഷെ ഇത് ഫുൾ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ഞാനിത് പറയുമ്പോൾ ഞാൻ എന്തോ വലിയ കാര്യം ആണ്, ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ്. അത്ര നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. നമ്മുടെ ബ്രെഡും വെച്ച് നമ്മൾ കണ്ടോ മൂടി ഒരെണ്ണം റെഡിയായി. ഇതുപോലെ 2 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഈ ഇതിലെ ടോസ്റ്ററിലേക്ക് നമ്മൾ വെക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോസ്റ്ററും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ടോസ്റ്ററിൻ്റെ 2 സൈഡിലും നമ്മൾ ബട്ടർ തന്നെ ഇതുപോലെ ഗ്രീസ് ചെയ്യുകയാണ്. അതങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ രുചിക്കും ബട്ടർ നല്ലതാണ്. ഈ ടോസ്റ്ററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു 500 റുപ്പീസൊക്കെ മുതൽ കിട്ടുമായിരിക്കും. ഇതിപ്പം അത് തന്നെയല്ല, 10,000-2000 രൂപ വരെയൊക്കെ അതിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇതുപോലെ ബ്രെഡിൽ എന്ത് പരിപാടി വേണമെങ്കിലും നമുക്കിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നമ്മൾ ടിഫിൻ വെക്കാനൊക്കെ ബ്രെഡ് ബട്ടർ പുരട്ടി വെറുതെ നമുക്ക് ടോസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അമർത്തരുത്, കാരണം നമ്മൾ ഇത്തിരി കട്ടിയായിട്ടാണ് ഫില്ലിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചീസ് ഉരുകി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ചൂട് പതിയെ കൊടുത്ത് വരുമ്പോൾ അത് അമർന്ന് ചീസെല്ലാം ഉള്ളിൽ തന്നെ ഉരുകിയിരിക്കും. എന്നിട്ട് ഇത് അവസാനം നല്ല പോലെ പ്രസ് ചെയ്ത് അമർത്തി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് അത് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ പുറം വശമൊക്കെ മൊരിഞ്ഞിരിക്കണം, അകത്ത് ചീസൊക്കെ ഉരുകിയിരിക്കുന്ന രീതിയിൽ വരും. ഇപ്പം നമ്മുടെ സംഭവം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനിത് ടോസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ടോസ്റ്റർ ചൂടായി കിടക്കുവാണ്, കൈയൊക്കെ പൊള്ളാതെ നോക്കണം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ നമ്മൾ പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം വെജിറ്റബിൾസും തന്നെ എന്തോരം വെച്ചു നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹെൽത്തിയാണ്. വെജിറ്റബിൾസും ഒപ്പം നമ്മുടെ ചിക്കനും മീറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് ഹെൽത്തി ഫുഡാണ്. നമുക്ക് എളുപ്പം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ റെസിപ്പി കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു ഗസ്റ്റിനൊക്കെ കൊടുത്താൽ നമ്മൾ നല്ല പാചകക്കാരിയാണെന്ന് അവർ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യും. അനുഭവം കൊണ്ട് പറയുകയാണ്. ഓക്കെ, എന്നാൽ താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യുക.